നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വരരുചി ആ മഹർഷിവര്യനെ വന്ദിച്ചു. വരൂ, അകത്തേക്ക് വരൂ. വൃദ്ധതാപസൻ വരരുചിയെ ക്ഷണിച്ചു. രണ്ടുപേരും ഇരുന്നു. മഹർഷി നൽകിയ ഫലമൂലാദികൾ വരരുചി ഭക്ഷിച്ചു. ശുദ്ധജലം പാനം ചെയ്തു. സ്വയം പരിചയപ്പെടുത്തി. അങ്ങയെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷവുമുണ്ട്. ആട്ടെ, ഭവാന്റെ ആഗമനോദ്ദേശം എന്താണ്? യാതൊരു മുഖവുരയും കൂടാതെ വരരുചി പറഞ്ഞു. രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതാണ്? അതിലെ പ്രധാന വാക്യം ഏതാണ്? മഹാത്മൻ, ജ്ഞാനത്തിൻ്റെ മറുകര കണ്ട മഹർഷിയാണ് അങ്ങെന്ന് എനിക്കറിയാം. സദയം എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നാലും. വൃദ്ധതാപസൻ ആലോചനയിലാണ്ടു. അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ പാതി അടഞ്ഞു. തെല്ലു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം താപസൻ പറഞ്ഞു, വരരുചി, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്തിൽ പ്രഥമസ്ഥാനം ആർക്കാണ്? മനുഷ്യനോ, ജീവികൾക്കോ, സസ്യങ്ങൾക്കോ, വായുവിനോ, ജലത്തിനോ? മനുഷ്യന്. വരരുചി പറഞ്ഞു. ജലമില്ലെങ്കിൽ മനുഷ്യനുണ്ടോ? വായുവില്ലെങ്കിൽ മനുഷ്യനുണ്ടോ? സസ്യങ്ങളില്ലെങ്കിൽ മനുഷ്യനുണ്ടോ? അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഒരർത്ഥത്തിൽ സർവപ്രധാനമാണ് മനുഷ്യൻ, മറ്റൊരർത്ഥത്തിൽ അല്ല. വരരുചിയുടെ ചോദ്യവും ഇത്തരത്തിൽപ്പെടുന്നു. രാമായണത്തിലെ ഓരോ വരിയും ഓരോ വാക്കും പ്രധാനമാണ്. ഓരോ ശ്ലോകത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്, വ്യാപ്തിയുണ്ട്. വരരുചി എഴുന്നേറ്റു. മഹർഷി, ഞാൻ പോകുന്നു. ഭവാനിൽ നിന്നും ശരിയായ മറുപടി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമസ്കാരം. വരരുചി ധൃതിയിൽ അവിടെ നിന്ന് പോന്നു. നേരം സന്ധ്യയായി. എത്തിയിരിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. ഒരാൽത്തറ, സമീപത്തൊരു ക്ഷേത്രം. നേരെ ക്ഷേത്രത്തിലെത്തി. വനദുർഗയെ നമസ്കരിച്ചു. പൂജാരി പ്രസാദം നൽകി. അദ്ദേഹം വരരുചിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എവിടുന്നാ വരണത്? ആരാണ്? ഞാൻ വരരുചിയാണ്. പൂജാരിയിൽ നിന്നും ആഹ്ലാദം നിറഞ്ഞ ഒരു ചിരി ഉയർന്നു. വരരുചിയാണോ ഇത്? ശിവശിവ, കേട്ടിട്ടേയുള്ളൂ. കാണാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ലഭിച്ചത്. മഹാരാജാവിൻ്റെ ഉറ്റ തോഴനല്ലേ താങ്കൾ? വിജ്ഞാനത്തിൻ്റെ മൂർത്തീഭാവമല്ലേ താങ്കൾ? നമസ്കാരം, നമസ്കാരം. പൂജാരിയുടെ നല്ല വാക്കുകൾക്ക് വരരുചി നന്ദി പറഞ്ഞു. എന്താ ഇങ്ങനെ യാത്രക്കിറങ്ങി പുറപ്പെട്ടത്? പൂജാരി ചോദിച്ചു. വരരുചി ഒന്നും ഉരിയാടിയില്ല. എനിക്കെല്ലാം അറിയാട്ടോ. മഹാന്മാർ വിരലനക്കിയാൽ ജനമത് മണത്തറിയില്ലേ? രാമായണത്തിലെ പ്രധാന ശ്ലോകം അന്വേഷിച്ചിറങ്ങിയതല്ലേ വരരുചി? വരരുചി ഒരു നിമിഷം അമ്പരന്നു. ഇത്ര ക്ഷണം വാർത്ത നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. പൂജാരി പറഞ്ഞു, ഇതൊരു നിസ്സാര വാർത്തയാണോ? വരരുചിയുടെ വിജയം ജ്ഞാനത്തിൻ്റെ വിജയമല്ലേ? രാജ്യത്തിൻ്റെ വിജയമല്ലേ? ആട്ടെ, മറുപടി കെട്ടിക്കഴിഞ്ഞോ? മറുപടിയോ? രാമായണത്തിലെ ശ്ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞോന്ന്? ഇല്ല, ശ്രമം ആരംഭിച്ചിട്ടേയുള്ളൂ. പൂജാരി വരരുചിയെ സൂക്ഷിച്ചു നോക്കി. ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ വരരുചി. ഞാൻ പറഞ്ഞു തരാം. അങ്ങേപ്പോലെ ജ്ഞാനിയല്ലെങ്കിലും രാമായണം 1000 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവനാണ് ഞാൻ. വരൂ, നമുക്കില്ലത്തേക്ക് പോകാം. ഇന്ന് അവിടെ താമസിക്കാം. എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു തരികയും ചെയ്യാം. അങ്ങനെ ആവട്ടെ, വരരുചി ഉത്സാഹത്തോടെ പറഞ്ഞു. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.